നമുക്ക് ഇന്നിപ്പോൾ ഒരു ചെമ്മീൻ അച്ചാർ ഇടാം കേട്ടോ. അപ്പോൾ ചെമ്മീൻ അച്ചാറിനുള്ള വറവലുള്ള സാധനങ്ങളെല്ലാം ഞാൻ വറുത്ത് മാറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, വെളുത്തുള്ളി ഇത്ര സാധനങ്ങൾ മാറ്റിയിട്ടുണ്ട്. ഇത് എല്ലാം പുരട്ടി വെച്ചിരിക്കുകയായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഉണക്കമുളക്, മഞ്ഞൾപ്പൊടി, സ്വല്പം കുരുമുളക് പൊടി, ഉപ്പ് ഇത്ര സാധനങ്ങളൊക്കെ ഞങ്ങൾക്ക് പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ വറുത്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ട സാധനങ്ങളൊക്കെ മുളക് പൊടി സ്വല്പം വിനാഗിരിക്കകത്ത് ചേർത്ത് കൊടുക്കുക. അതെന്താണ് കരിഞ്ഞു പോകാതിരിക്കാനായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് മുളക് പൊടി എടുക്കട്ടെ. മുളക് പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ, മഞ്ഞൾപ്പൊടി ചേർക്കണ്ട. പിന്നെ തന്നെ ഒരു നുള്ള് ഉലുവപ്പൊടി, നുള്ള്, അതേപോലെ ഒരു നുള്ള് കായം. ഇതൊക്കെ ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമുക്ക് വിനാഗിരിക്കകത്ത് കുഴച്ച് നോക്കാം. ചെമ്മീൻ ഒന്ന് ഫ്രൈ ആയിക്കോട്ടെ. ചെമ്മീൻ മുരിഞ്ഞൊന്ന് നോക്കട്ടെ കേട്ടോ. ഒന്നും കൂടി മുരിയാണ്ട് ചെമ്മീൻ. എണ്ണയ്ക്കകത്തേക്ക് നമുക്ക് ഈ മുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. മുളക്, മഞ്ഞൾപ്പൊടി, വിനാഗിരി എല്ലാം കൂടി ചേർത്താണ്. ഇതായിരുന്നു. നമുക്കിനി ചെമ്മീൻ ഇട്ട് കൊടുക്കാം അതിനകത്തേക്ക്.
മീൻ അതിനകത്ത് ഇടുന്നാവട്ടെ കേട്ടോ. ഈ സമയത്ത് നമുക്ക് ഉപ്പും പുളിയൊക്കെ നോക്കി കൊടുക്കാം. ഉപ്പും പുളിയൊക്കെ കറക്റ്റാണ്. അപ്പോൾ ഇനി ഇതിങ്ങനെ കിടക്കട്ടെ കേട്ടോ. ഞാനിത് ഓഫ് ചെയ്യുകയാണേ. ബാക്കി നമുക്ക് വൈകിട്ട്. ഇനിയിപ്പോൾ വെള്ളയപ്പം മുട്ടക്കറിയാണേ. അപ്പോൾ നമുക്ക് അതിൻ്റെ മുട്ടക്കറി ആദ്യം വെക്കാം. കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടേ. നമുക്ക് കടുക് പൊട്ടിക്കാനകത്തേക്ക് ഒരഞ്ചാറ് കടുക് പൊട്ടിച്ച് ഇനി നമുക്ക് വെളുത്തുള്ളി, ഇഞ്ചി, ചുമന്ന ഉണക്കമുളക് പച്ചമുളക്, സവോള ഇത്ര സാധനങ്ങളൊക്കെ മൂപ്പിച്ച് കൊടുക്കാം. ഇതാണോ അതെ ഞാനത് കൊണ്ടുവന്നു. കുറച്ച് ഉപ്പ് കൊടുക്കാം കേട്ടോ. ഞാൻ വഴരട്ടെ അവിടെ ഇരുന്ന്. ആദ്യത്തെ അപ്പം എടുത്തു കേട്ടോ. ആ ചട്ടി മറ്റേ ചട്ടി പിടിച്ചു. അത് കാരണം ഞാനത് മാറ്റി വേറെ ചട്ടി കേട്ടോ. മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടേ. ഇനി നമുക്ക് മൂടി വെക്കാം കേട്ടോ. അതവിടെ ഇരുന്ന് പതിയെ വേവട്ടെ. അത് മൊരിഞ്ഞിട്ടുണ്ട്, നമുക്ക് എടുക്കാം. ഇതാ കണ്ടോ. നമുക്ക് ഇത്തിരി എണ്ണ തൂത്ത് കൊടുക്കാം. അപ്പത്തിൻ്റെ മാവ് എടുക്കുമ്പോഴത്തേക്കല്ല ഇളക്കി എടുക്കരുത്. നമ്മൾ ദോശയ്ക്കും ഇഡ്ഡലിക്കൊക്കെ എടുക്കുമ്പോഴത്തേക്ക് ഓരോ പ്രാവശ്യം എടുക്കുമ്പോഴേ ഇളക്കിയല്ലേ എടുക്കുന്നത്. ഇതങ്ങനെ ചെയ്യരുതേ. ഞാൻ കുഞ്ഞപ്പോൾ ഉണ്ടാക്കണത് ഒരു ചെറിയ സ്പൂണപ്പം. ഞാൻ മൂടി വെച്ച് കൊടുക്കാം. അതിൻ്റെ കഷ്ണം വെന്തിട്ടുണ്ട്. അപ്പം നമുക്ക് അതിനകത്ത് ഇങ്ങനെ അരപ്പിട്ട് കൊടുക്കാം കേട്ടോ. അരപ്പിട്ട് കൊടുത്ത് കുറച്ച് തൈരും കൂടി ഒഴിച്ച് കൊടുക്കാം. ഇങ്ങനെ മൂടി വെക്കാം. നമുക്ക് അത് പിടിക്കട്ടെ കേട്ടോ. അതിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ അവിയലിൻ്റെ പണി കഴിഞ്ഞ്. അപ്പോൾ അവിയലിനകത്തേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണേ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ അവിയലിൻ്റെ പണി തീർന്നു. ബാക്കിയുള്ള മാവ് കൊണ്ട് ഞാൻ ചെയ്യാൻ പോകണമെന്നാന്ന് വെച്ചാൽ കുറച്ച് തേങ്ങ, കശുവണ്ടി എല്ലാം അതിനകത്തേക്ക് ഇട്ടിട്ടുണ്ടല്ലോ. അത് ആവിയിൽ വെച്ച് പുഴുങ്ങിയെടുക്കാം. അപ്പോൾ വട്ടയപ്പമായി. ഇനി നമുക്കിതിവിടെ മൂടി വെക്കാം കേട്ടോ. ഇവിടെ മൂടി വെച്ചു. അപ്പോൾ അതിൻ്റെ പണി കഴിഞ്ഞു. കുറച്ച് അധികം പാത്രങ്ങൾ കഴുകാനുണ്ട്. അപ്പോൾ ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ് ചെയ്യുക കേട്ടോ.